അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമദാൻ മാസം ഇന്ന് നമ്മോടൊപ്പമുള്ളത് പട്ടുമിറ്റം അമാൻ നഗർ അമ്മാം ജുമാ മസ്ജിദ് ചീഫ് ഇമാമും ഫാമിലി കൗൺസിലറും ആയ ആദരണീയനായ ഉസ്താദ് സാദിഖ് മൗലവിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, എൻ്റെ ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന സഹോദര സമുദായ അംഗങ്ങളെ, എല്ലാവർക്കും പരിശുദ്ധ ഇസ്ലാമിൻ്റെ അഭിവാദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ സന്തോഷകരമായ ആത്മീയമായ നിർവൃതിയിലൂടെയാണ് മുസ്ലിം സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അവരുടെ ജീവിതത്തിലെ വലിയ ആഗ്രഹമായ പരിശുദ്ധമായ റമളാൻ മാസം അഥവാ വ്രതാനുഷ്ഠാന കാലം എത്തിപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. വ്രതം, നോമ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാ മതവിശ്വാസികളിലും അതുണ്ട്. വ്യത്യസ്തങ്ങളായ രീതികളിലും വ്യത്യസ്തങ്ങളായ ശൈലികളിലും ആചാരങ്ങളിലുമൊക്കെയാണ് ഓരോ മതവിശ്വാസികൾക്കും അവരുടെ ആരാധന അനുഷ്ഠാന കർമ്മങ്ങളുള്ളത്. ഭക്ഷണ പദാർത്ഥങ്ങളെ ചിലതിനെ മാത്രം വർജിക്കുകയും പ്രത്യേകമായ ജീവിത ശൈലികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന നോമ്പ് അനുഷ്ഠിക്കുന്ന സഹോദര വിശ്വാസികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഓരോ മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും അവൻ വ്രതം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ ആരാധ്യനായ ദൈവത്തിന് പൂർണ്ണമായും തന്നെ സമർപ്പിക്കുക. മനസാ വാച കർമ്മണ, എല്ലാ അർത്ഥത്തിലും ദൈവത്തെ സമർപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് വ്രതം, നോമ്പ് എന്നുള്ളത്. പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് എന്ന് പറഞ്ഞാൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ആഹാര പാനീയങ്ങൾ പൂർണ്ണമായും വർജിക്കുക, വൈകാരിക ചിന്തകൾക്ക് കടിഞ്ഞാണിടുക. ഈ നിലയിൽ മാനസികമായും ശാരീരികമായും എല്ലാ അർത്ഥത്തിലും ദൈവത്തിന് സ്വന്തത്തെ സമർപ്പിക്കുന്ന മഹത്തായ ഒരു കർമ്മമാണ് വ്രതം എന്നുള്ളത്. ഈ നോമ്പിലൂടെ ഒരു വിശ്വാസി ആർജിച്ചെടുക്കേണ്ടത് ശാരീരികമായ ഊർജം അവൻ ആർജിച്ചെടുക്കണം, അതേപോലെ തന്നെ മാനസികമായ ഊർജവും ആർജിച്ചെടുക്കണം. വർത്തമാനകാല സാഹചര്യത്തിൽ നമുക്കറിയാം, കോവിഡിന് ശേഷമുള്ള പൊതു സമൂഹത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്ത മാനസികമായ നിലവാരം തകർന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ ഇമോഷൻസുകളെ, മാനസികമായ വൈകാരികമായ അവരുടെ തലങ്ങളെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത നിലയിൽ മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാം യുവാക്കളോട് പറയുന്നുണ്ട്, യുവാക്കളെ, വൈവാഹിക ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഏർപ്പെട്ട് നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾക്ക് ശമനം ചെയ്യാൻ കഴിയുന്ന അവസ്ഥയില്ല എങ്കിൽ അലൈക്കും ബിസ്സൗം, നിങ്ങൾ നോമ്പ് മുറുകെ പിടിക്കുക. അത് നിങ്ങൾക്ക് പരിചയമാണ്, സംരക്ഷണമാണ്. അതുകൊണ്ട് മനുഷ്യന്റെ നാനാഭാഗത്തു നിന്നുള്ള പ്രതിസന്ധികൾക്ക്, പ്രയാസങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് പരിഹാരം നോമ്പിലൂടെ നേടാൻ കഴിയും. ആത്മീയമായി നേടാം, ശാരീരികമായി നേടാം. നമുക്കറിയാം, വൈദ്യശാസ്ത്ര രംഗത്തെ പ്രമുഖരായ ആളുകളൊക്കെ വ്രതത്തിലൂടെ മനുഷ്യന്റെ മേധസ്സുകളെ നീക്കാനും ശാരീരിക ആരോഗ്യം വീണ്ടെടുക്കാനുമുള്ള വലിയ നിർദ്ദേശങ്ങൾ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ വ്രതം ദൈവിക താല്പര്യത്തിന് വേണ്ടി അതിൻ്റെ ശരിയായ വഴികളിലൂടെ അനുഷ്ഠിക്കാൻ നമുക്ക് കഴിയണം. ദൈവികമായ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്.